എല്ലാവർക്കും ലെൻ ഗിറ്റാറിലേക്ക് സ്വാഗതം. ഞാൻ വരുൺ. ഇന്നിവിടെ സർവമായ എന്ന ഫിലിമിലെ പുതുമഴ പെയ്തൊരാൾ എന്ന സോങ്ങിൻ്റെ പല്ലവി പാട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്കതിൻ്റെ ട്യൂട്ടോറിയൽ കണ്ട് ലേൺ ചെയ്യാൻ കഴിയട്ടെ. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. എന്ന് പറയുന്ന പാട്ട് തുടങ്ങുന്നത് തേർഡ് സ്ട്രിങ്ങിലെ 7th ഫ്രെറ്റിൽ നിന്നാണ്. ഇതാണ് 7th ഫ്രെറ്റ്. ആ നോട്ട് എന്ന് പറയുന്നത് ഡി ആണ്. അതല്ലേ ഡി. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്ട്രിങ്ങിലെ ഇ, അത് 5th ഫ്രെറ്റാണ്. അപ്പോൾ 7th ഫ്രെറ്റ്, സെക്കൻഡ് സ്ട്രിങ്ങിലെ 5th ഫ്രെറ്റ്. കണ്ടില്ലേ? അപ്പോൾ ടി, ഇ, അതുപോലെ തന്നെ എഫ് ഷാർപ്പാണ്. ഡി കഴിഞ്ഞു, ഇക്ക് ഷാർപ്പില്ല, പിന്നെ എഫ് ഷാർപ്പാണ് ഈ നോട്ട്. അപ്പോൾ സെക്കൻഡ് സ്ട്രിങ്ങിൽ 5th 7th വായിക്കും. മഴ എന്നുള്ളതാണ് പുതുമഴ, ഈ നോട്ട് വരും. ആ ഒരു സീക്വൻസ് ഈ 2 നോട്ടുകളിൽ മാത്രം വരികയാണ്. അത് കഴിഞ്ഞ് അരികിൽ, അത് വീണ്ടും തേർഡ് സ്ട്രിങ്ങിലെ 4th ഫ്രെറ്റിലേക്ക് വരും. 4th ഫ്രെറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഡി വരും. ഇപ്പോൾ ഡി ആണ്. ഡി, അതായത് തേർഡ് സ്ട്രിങ്ങിലെ ബിയും ഡി വരും. കണ്ടില്ലേ? അത് ബി, ഡി, പിന്നെ സെക്കൻഡ് സ്ട്രിങ്ങിലെ ഇ, വീണ്ടും തേർഡ് സ്ട്രിങ്ങിലെ ഡി വരും. ഫ്രെറ്റ് വൈസ് പറയുകയാണെങ്കിൽ തുടങ്ങുന്നത് തേർഡ് സ്ട്രിങ്ങിലെ 7th ഫ്രെറ്റ്, സെക്കൻഡ് സ്ട്രിങ്ങിലെ 5th ഫ്രെറ്റ്, സെക്കൻഡ് സ്ട്രിങ്ങിലെ തന്നെ 7th ഫ്രെറ്റ്. അത് സെക്കൻഡ് സ്ട്രിങ്ങിലെ 7th 5th ഫ്രെറ്റുകളാണ് ബാക്കി വരുന്നത്. ആ പുതുമഴയിലെ സ്റ്റാർട്ടിങ് മാത്രമേ തേർഡ് സ്ട്രിങ്ങിൽ വരൂ, ബാക്കിയെല്ലാം സെക്കൻഡ് സ്ട്രിങ്ങിലാണ്. കണ്ടില്ലേ? ഈ നോട്ടുകൾ, അതായത് ഇയും എഫ് ഷാർപ്പും സെക്കൻഡ് സ്ട്രിങ്ങിൽ മാറി വരും. ഒരാൾ, ഇനി അരികിൽ ഇരുന്നൊരാൾ, അതും ഇതേ പാറ്റേൺ ആണ്. സ്റ്റാർട്ടിങ് ഈ ഇവിടെ ബിയിൽ തുടങ്ങുന്നുള്ളതല്ല, തേർഡ് സ്ട്രിങ്ങിലെ 5th ഫ്രെറ്റായ ബി എന്ന് പറയുന്ന നോട്ടിൽ തുടങ്ങും. അപ്പോൾ തേർഡ് സ്ട്രിങ്ങിലെ 4th ഫ്രെറ്റ്, പിന്നീട് നേരെ 7th ഫ്രെറ്റ്, സെക്കൻഡ് സ്ട്രിങ്ങിലെ 5th ഫ്രെറ്റ്, വീണ്ടും തേർഡ് സ്ട്രിങ്ങിലെ 7th ഫ്രെറ്റ്. അപ്പോൾ സെക്കൻഡ് സ്ട്രിങ്ങിലെ 5th തേർഡ് സ്ട്രിങ്ങിലെ 7th ആണ് ബാക്കി പിന്നെ കണ്ടിന്യൂസ് വരുന്നത്. അവിടെ മാത്രം ചെറിയൊരു വ്യത്യാസം. ഈ തേർഡ് സ്ട്രിങ്ങിലെ നേരത്തെ നമ്മൾ പറഞ്ഞ എഫ് ഷാർപ്പ്, അതായത് 7th ഫ്രെറ്റോടെ ഒന്ന് ടച്ച് ചെയ്ത് പോകും. അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും പഴയതുപോലെ തന്നെ തേർഡ് സ്ട്രിങ്ങിലെ 7th ഫ്രെറ്റ്, സെക്കൻഡ് സ്ട്രിങ്ങിലെ 5th ഫ്രെറ്റ്, സെക്കൻഡ് സ്ട്രിങ്ങിലെ 8th ഫ്രെറ്റ് പോകും. അതായത് ജി എന്ന് പറയുന്ന നോട്ട്. നോട്ട് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ നോട്ട് അതേപോലെ ഫോളോ ചെയ്താൽ മതി. ഓരോന്നിൻ്റെ പൊസിഷൻ ഞാൻ പറയാം. ഇവിടെ ഡി എന്ന് പറയുന്ന നോട്ട് തേർഡ് സ്ട്രിങ്ങിലായിരിക്കും എപ്പോഴും വായിക്കുന്നത്. അതുപോലെ ഇ എന്ന് പറയുന്ന നോട്ട് സെക്കൻഡ് സ്ട്രിങ്ങിലെ 5th ഫ്രെറ്റാണ് ഇ എന്ന് പറയുന്ന നോട്ട്. അതുപോലെ എഫ് ഷാർപ്പ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിലെ 7th ഫ്രെറ്റാണ്. അതുപോലെ ജി എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിലെ തന്നെ 8th ഫ്രെറ്റാണ്. ഓക്കെ. പിന്നെ ബി വരുന്നുണ്ട്. ബി വരുന്നത് തേർഡ് സ്ട്രിങ്ങിലെ 4th ഫ്രെറ്റിലാണ്. അപ്പോൾ ആ നോട്ട് അനുസരിച്ച് നിങ്ങൾക്ക് ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഹൈ പിച്ചിലേക്ക് പോവുകയാണ്. അത് മൊത്തം ഫസ്റ്റ് സ്ട്രിങ്ങിലാണ് വായിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്ട്രിങ്ങിലെ 5th ഫ്രെറ്റ് കണ്ടില്ലേ.
എ എന്ന് പറയുന്ന നോട്ടാണ് ഫസ്റ്റ് സ്ട്രിങ്ങിലെ എ എന്ന് പറയുന്ന നോട്ട്. അത് കഴിഞ്ഞ് നേരെ എഫ് ഷാർപ്പിലേക്ക് പോയേക്കാണ്. അത് ഇയിലും എഫ് ഷാർപ്പിലും വരും. വീണ്ടും എ ഇ, പിന്നെ ഈ നോട്ട് ഡി എന്ന് പറയുന്ന നോട്ട്. ഇത് ആ ഒരു പാറ്റേൺ ആണ്. നിങ്ങൾക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അത് അതേ നോട്ട് അതേ പാറ്റേൺ ആണ് അടുത്തതിൽ വരുന്നത്. എ എഫ് ഷാർപ്പ് ഇ എഫ് ഷാർപ്പാണ് വായിക്കുന്നത്. എ എഫ് ഷാർപ്പ് ഇ എഫ് ഷാർപ്പ്. അതേപോലെ തന്നെ എ ഇ ഡി ഇ, അതേപോലെ ആ പാറ്റേൺ ആണ്. അത് കഴിഞ്ഞ് അടുത്തത് എ ബി സി ഷാർപ്പ് ബി വരും. ശ്വാസമാ, അത് ഡിയും ഇയും വരും. അത് കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു ഹമ്മിങ് ഇത് വരുന്നുണ്ട്. അത് ഈ നോട്ടുകൾ ഈ, അതായത് ഫ്രെറ്റ് വൈസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സ്ട്രിങ്ങിലെ 10th 12th 9 10 7 9 5 7. അത് സ്പീഡിൽ വായിക്കുമ്പോൾ കണ്ടില്ലേ? കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 10 12 9 10 7 9 5 7. വീണ്ടും വീണ്ടും പഴയതുപോലെ തന്നെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ഈ കുറച്ച് നോട്ടുകൾ മാത്രമേ വരുന്നുള്ളൂ. ആ നോട്ട് നിങ്ങൾക്ക് കിട്ടാമെങ്കിൽ നിങ്ങൾക്കത് പതുക്കെ സ്ലോയിൽ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്ത് വായിക്കാൻ കഴിയട്ടെ. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.